ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ വി.ഡി. സതീശൻ യഥാർത്ഥത്തിൽ കേരള മുഖ്യമന്ത്രിയാകുമോ, അതോ കെ.സി. വേണുഗോപാൽ ആയിരിക്കുമോ യഥാർത്ഥ മുഖ്യമന്ത്രി, അതോ ഇനി രമേശ് ചെന്നിത്തല ആയിരിക്കുമോ? ഇതിന് ആദ്യമേ തന്നെ അർജുൻ ഒരു കാര്യം സംഭവിക്കണ്ടേ, അതിന് യു.ഡി.എഫിന് ഭൂരിപക്ഷം കിട്ടണമല്ലോ. അപ്പോൾ അതിന് കിട്ടില്ല എന്ന് ഉറപ്പാണെന്ന് ഭൂരിപക്ഷം അല്ല, ഞാൻ പറഞ്ഞത് നിൽക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ആളുകൾ പറഞ്ഞ് നിരാശരാക്കണ്ട. 24-ാം തീയതി വരെ അവർക്ക് സ്വപ്നം കാണാം, അതിലൊന്നും സംശയമില്ല. പക്ഷേ അത്തരത്തിലായാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യനാണ് താങ്കൾ ചോദിച്ചിട്ടുള്ളത്. ആ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യനിൽ എനിക്ക് തോന്നുന്നൊരു പ്രധാനപ്പെട്ട കാര്യം വി.ഡി. സതീശൻ ഒരിക്കലും ആകാൻ സാധ്യതയില്ലെന്നാണ്. അതിൽ കോൺഗ്രസിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്ന പത്മജ വേണുഗോപാലൊക്കെ കഴിഞ്ഞ മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏറ്റവും ഒടുവിൽ സതീശനും പറ്റിക്കപ്പെടും എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പം തന്നെ ഒരു വലിയ സംഭവവികാസമുണ്ട്. ആ സംഭവവികാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എറണാകുളം ജില്ലയിൽ നിന്നായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളത് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. അപ്പം തന്നെ എം ലിജുവിനെ പോലെയുള്ള ആളുകൾ അതിനെതിരെ വന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ആ ചർച്ച അവസാനിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ ഏതാണ്ട് 70-75% സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചിട്ടുള്ളത് കെ.സി. വേണുഗോപാലാണ്. ഒരു 20 സ്ഥാനാർത്ഥികൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ മാത്രമേ വി.ഡി. സതീശൻ്റെ കാര്യത്തിലുള്ളൂ, ലിസ്റ്റിലുള്ളൂ. ബാക്കിയുള്ള ഒരു കുറച്ച് പേർ യഥാർത്ഥത്തിൽ അടൂർ പ്രകാശിൻ്റെ ഉണ്ട്, അതുപോലെ കുറച്ച് പേർ മറ്റ് നേതാക്കന്മാരൊക്കെ അടക്കമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ശ്രമിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ തന്നെ മുൻകൂട്ടി ഇവരിൽ എത്ര പേർ ജയിച്ചു വരുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നാളെ വി.ഡി. സതീശൻ്റെ 20 പേര് ജയിച്ചു വരും, മറ്റേ തൊട്ടപ്പുറത്തെ ആളുടെ 5 പേരെ ജയിച്ചു വരുള്ളൂ, അല്ലെങ്കിൽ 15 പേരെ ജയിച്ചു വരുള്ളൂ എങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടിയേക്കാം. പക്ഷേ അതിനുള്ള സാധ്യതകൾ കുറവാണ്. പ്രത്യേകിച്ചും എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് കെ.സി. വേണുഗോപാൽ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് മുഖ്യമന്ത്രി കസേര ഏറ്റെടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം, ഇത്തവണ അങ്ങനെ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാരണവശാലും പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആകാൻ കഴിയില്ല. അല്ലെങ്കിൽ 5 കൊല്ലം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 5 കൊല്ലം എന്തായാലും യു.ഡി.എഫ് ഭരിച്ചാൽ പിന്നെ ഉറപ്പായിട്ടും തുടർഭരണമൊന്നും ഉണ്ടാകാൻ പോണില്ലല്ലോ. ഇത് തുടർഭരണമായിട്ടെങ്കിൽ തന്നെ മുഖ്യമന്ത്രി തുടരുമല്ലോ. ഇനി അല്ലെങ്കിൽ മിക്കവാറും നമുക്കറിയാം ഒരു 99% ഇടതുപക്ഷം അടുത്ത തവണ അധികാരത്തിൽ കയറും. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ വേറൊരു പാർട്ടി അധികാരത്തിൽ കയറി കഴിയുമ്പോൾ ഉറപ്പായിട്ട് 10 കൊല്ലം കെ.സി. വേണുഗോപാലിനെ പോലുള്ള വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നടക്കുന്നൊരു കാര്യമല്ല. ഇതൊരു കാര്യം. ഇനി രണ്ടാമതൊരു കാര്യം, ഈ കേരള മുഖ്യമന്ത്രി ആയില്ല എന്നുണ്ടെങ്കിൽ കെ.സി. വേണുഗോപാലിൻ്റെയൊക്കെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചോ? രാഷ്ട്രീയ ഭാവിയൊന്നും അവസാനിക്കില്ല. അദ്ദേഹം കേന്ദ്രത്തിൽ വലിയ സ്വാധീനമുള്ള ഒരാളായി തോന്നുന്നു. സ്വാധീനം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ജസ്റ്റ് ഒരു ഓപ്പോസിഷൻ മാത്രമല്ലേ, അവിടെ യാതൊരു വിലയില്ല. ഇന്ത്യൻ പാർലമെന്റിൽ യാതൊരു വിലയില്ല. അല്ല, കോൺഗ്രസ് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടാവും. പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹത്തെക്കാൾ വലിയൊരു നേതാവ് കേരളത്തിൽ നിന്ന് എമർജ് ചെയ്യും അദ്ദേഹം ഇതായില്ലെങ്കിൽ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലും പിടിവിടും. അല്ല, അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇദ്ദേഹം ആയില്ലെങ്കിൽ ചിലപ്പോൾ വി.ഡി. സതീശൻ എന്ത് ചെയ്തേക്കാം, വന്നേക്കാം, വളരെ തിളക്കമാർന്ന വിജയം നേടുകയാണെങ്കിൽ വന്നേക്കാം. പക്ഷെ ഇവിടെയുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം, സുധാകരൻ വരെ തറപറ്റിച്ച വി.ഡി. സതീശന് ഇദ്ദേഹത്തെയും ഒതുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? വി.ഡി. സതീശനൊന്നും ഒതുക്കാൻ പറ്റുന്ന ഒരാളല്ല ഇപ്പോഴത്തെ കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്നത്. അതൊക്കെ തോന്നലാണ് ഒന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇതിലാകെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും തമ്മിൽ ഇതിൻ്റെ പേരിൽ ഒരു വലിയ ക്ലെയിം വെക്കുകയും രമേശ് ചെന്നിത്തലയോടൊപ്പം കെ സുധാകരനെ പോലെയുള്ള ആളുകൾ നിൽക്കുകയും അതുപോലെ വി.ഡി. സതീശനും ഇവർക്കും വലിയ തോതിൽ ഒരു ടഗ് ഓഫ് വാർ, ഒരു വടംവലി ഇതിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ഒരു ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിലേക്കും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കോംപ്രമൈസിങ് കാൻഡിഡേറ്റായി വേണമെങ്കിൽ കെ.സി. വേണുഗോപാൽ വന്നേക്കാം. വലിയ 2 പോർട്ട്ഫോളിയോകൾ ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തുകൊണ്ട് ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് എത്തിയേക്കാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു സമ്പൂർണ്ണ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലല്ലേ ഈ ഒരു അവസ്ഥ വരുള്ളൂ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഒരു ക്ലിയർ മെജോറിറ്റി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സതീശന്റെ ഒരു ക്രെഡിറ്റ്. 100 സീറ്റ് അല്ല ഞാൻ പറയുന്നത്, ഒരു ക്ലിയർ മെജോറിറ്റി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സതീശന്റെ ക്രെഡിറ്റ്. ക്ലിയർ മെജോറിറ്റി ഒന്നും കിട്ടിയതുകൊണ്ട് കാര്യമില്ല. 71-72 സീറ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിളക്കമാർന്ന വിജയമൊന്നുമായിട്ട് പറയാൻ പറ്റില്ല. ഒരു 85 സീറ്റിന് ഒരു 85 സീറ്റിനോ 90 സീറ്റുകൾക്കൊക്കെ അടുത്തെങ്കിലും കിട്ടുകയാണെങ്കിൽ സതീശന്റെ സാധ്യത കൂടും. അതേസമയം ഒരു 72-75 സീറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതിനകത്ത് കെ.സി. വേണുഗോപാൽ സാധ്യതയല്ല, രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ ഇതിന് പുറത്ത് വലിയ ക്ലെയിം വെക്കും. രമേശ് ചെന്നിത്തല ഇപ്പോഴും വിചാരിക്കുന്ന ഒരു 75-നടുത്തേക്ക് മാത്രമേ എത്തുള്ളൂ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാകണമെന്ന് കോൺഗ്രസിലെ വലിയ നേതാക്കന്മാരൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ കെ സുധാകരൻ അടക്കമുള്ള ആളുകൾ ഒരു പക്ഷത്ത് നിൽക്കുന്നുണ്ട്. വി.ഡി. സതീശനൊപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഗ്രൂപ്പൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം തുറന്നു പറയാതിരിക്കാൻ വയ്യ, വി.ഡി. സതീശൻ്റെ ഒപ്പമാണ് അണികൾ ഒരുപാടുള്ളത്. എന്ന് പറഞ്ഞാൽ അണികളെ ഉത്തേജിപ്പിക്കാനും അണികൾക്ക് വലിയ വിജയം സമ്മാനിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ പോലും നേരത്തെ പറഞ്ഞ പോലെ ഇത് കോൺഗ്രസ് പാർട്ടിയാണ്, നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യുക വയ്യ. നാളെ ഹൈക്കമാൻഡ് ഒരു കാര്യം അങ്ങോട്ട് തീരുമാനിച്ചാൽ പിന്നെ അതിനെ മറികടക്കാനൊന്നും എന്തല്ല അത്ര എളുപ്പം അല്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പിന്നെ ഇനി കേന്ദ്രത്തിൽ മറ്റേ AICC പ്രസിഡന്റാക്കാന്ന് പറഞ്ഞിട്ട് പോലും ആളുകൾ പോയിട്ടില്ലെന്ന് ആലോചിക്കണം. അതായത് അശോക് ഗെഹ്ലോട്ടിനോട് നിങ്ങൾ വന്ന് AICCയുടെ, അതായത് ഒരു പാർട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കണം, AICCയുടെ പ്രസിഡന്റ് ആകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ കൂടെ നിൽക്കുന്ന 90 MLA മാരെ കൊണ്ട് രാജിവെപ്പിക്കാൻ പോയി.
എന്നിട്ട് പുള്ളി തന്നെ തിരിച്ചു വന്നു പറഞ്ഞു. അപ്പോൾ ഹൈക്കമാൻഡ് വന്ന് മടങ്ങി പുള്ളി തന്നെ മുഖ്യമന്ത്രിയായിട്ടിരുന്നു. അല്ല, അത് സ്വാഭാവികമായിട്ടും AICCയുടെ പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ അത് കേവലം സ്ഥാനമാനം മാത്രമാണല്ലോ. ഈ പാർട്ടിയെ നയിക്കുന്നത് എന്നും ഈ പറയുന്ന പോലെ ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തന്നെയാണല്ലോ. അപ്പൊ അവരുടെ കീഴിൽ നിലനിൽക്കണ്ട എന്നതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞത് അതാണ്. അതൊരു വലിയ സ്ഥാനമായിട്ട് ഒരു പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ പ്രവർത്തകൻ അയാളോട് പറയുകയാണ്, നിങ്ങളെ അഖിലേന്ത്യാ സെക്രട്ടറി ആക്കാം, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആക്കാം, അല്ലെങ്കിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കാം എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയിലെ ഏറ്റവും പരമോന്നതമായ സ്ഥാനം പോലും ഏറ്റെടുക്കാൻ ഒരു പ്രവർത്തകൻ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് മുഖ്യമന്ത്രി സ്ഥാനം. അതിൽ തന്നെ ഞാൻ പിടിച്ചു നിന്നോളാം എന്ന് അശോക് ഗെഹ്ലോട്ടൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. ആ ഘട്ടത്തിൽ നിന്നുകൊണ്ട് വേണം KC വേണുഗോപാലിനെ കുറിച്ച് ആലോചിക്കാൻ. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ ഇട്ടിട്ട് പുള്ളി എപ്പോൾ ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ചാൽ മതി, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ. കാരണം അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ഉറപ്പായിട്ട് ഒരു ചാൻസ് വരാൻ സാധ്യതയുള്ളത്. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഡയറക്റ്റ് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നത്? ഇപ്പോൾ പൊതുവേ ഒരു പ്രതീതി സൃഷ്ടിക്കേണ്ട എന്ന് വെച്ചിട്ടാണോ? കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ രാജിവെച്ചിരുന്നെങ്കിൽ മറ്റു പലരും അത് ക്ലെയിം വെക്കുമെന്ന്. അതൊന്നും കൊണ്ടല്ല. രാഷ്ട്രീയത്തിൽ എപ്പോഴും കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ പറയുന്ന കേരളത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ, കേരളത്തിലേക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം വന്നത്. എന്ന് പറഞ്ഞാൽ ബാലൻസ് ഉണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് പോലും ഉപേക്ഷിച്ചുകൊണ്ട് അത് യഥാർത്ഥത്തിൽ BJPക്ക് ജയിക്കാനുള്ള അവസരം ഒരുക്കുന്ന ഒരു സീറ്റാണ്. ആ സീറ്റ് അദ്ദേഹം അവിടെ കളഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പിന്നെ കേരളത്തിലേക്ക് വന്നത്. ആ കേരളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം വന്നതുകൊണ്ട് മാത്രമാണ് താങ്കൾ അറിയേണ്ടത് ഷാഫി പറമ്പിലിനെ എടുത്ത് വടകരയെ ഇടേണ്ടി വന്നത്. അതായത് മുസ്ലിം കാൻഡിഡേറ്റ് വേണം എന്നുള്ള ആൾക്ക് ഷാഫിയെ ഇടേണ്ടി വന്നതും KM മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂർ കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ടി വന്നതും എല്ലാം ഒരൊറ്റ ആളെ അക്കോമഡേറ്റ് ചെയ്യാനാണ്. അത് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ അന്ന് വിചാരിച്ചിരുന്നൊരു കാര്യം, കേരളത്തിൽ നിന്ന് അത്തരത്തിലൊരു MP ആയി മത്സരിക്കുമ്പോഴും അവർക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ എന്താണെന്നറിയാമോ? എങ്ങാനും 2024 എങ്ങാനും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കേന്ദ്രത്തിലൊരു ഭരണത്തിൽ പങ്കാളികളാകാൻ പറ്റിയാൽ ഉറപ്പായിട്ടും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ കേന്ദ്രത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ആർക്കായിരിക്കും? KC വേണുഗോപാലായിരിക്കും. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് അടുത്ത 50 കൊല്ലം കഴിഞ്ഞ് കിട്ടാനിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ആരും വെയിറ്റ് ഒന്നും ചെയ്യില്ല. ഇപ്പം കിട്ടുന്ന എന്താണ് ചപ്പാത്തിയും ചിക്കനും കഴിക്കാമെന്നല്ലാതെ വേറൊന്നും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അന്ന് വിചാരിച്ചത് ഒരു 100 സീറ്റ് 150 സീറ്റുകൾ നേടി അതുപോലെ ഒരു മുന്നണിയായിട്ട് എന്താണ് UP എന്ന് പറയുന്ന മുന്നണിയായിട്ട് അധികാരത്തിലേക്ക് വന്നാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, അവിടെ കേന്ദ്രമന്ത്രിയാകാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അദ്ദേഹം മത്സരിച്ചത്. അന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം മത്സരിക്കാതിരിക്കുകയും ഈ രാജ്യസഭാ അംഗത്വം കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ പറയുന്ന പോലെ കേരളത്തിൽ മത്സരിക്കുകയും ചെയ്താൽ. പിന്നെ ഒരു കാര്യം കൂടി, അദ്ദേഹത്തിന് അങ്ങനെ വലിയ താല്പര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങിയപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ PR വർക്കുകൾ നമ്മൾ കണ്ടു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏതോ സ്വിഗ്ഗിയോ സൊമാറ്റോ എന്നൊരു പയ്യൻ്റെ പുറകിൽ പോയി എന്നായിരുന്നു ഫുഡ് ഡെലിവറിക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നു. അതുപോലെ ആലപ്പുഴയിലെ തൊഴിലാളികളോടൊപ്പം എന്ത് ചെയ്യുന്നു. അതിലെനിക്ക് ഏറ്റവും വലിയ കോമഡി തോന്നിയത് ഈ PR ഒക്കെ ചെയ്യുന്നവൻ്റെ തലക്ക് വെളിവില്ലെന്ന് ഞാൻ ആലോചിക്കണം. കാരണം എന്ന് വെച്ചാൽ ഒരു ആളുകളൊക്കെ കൂടി ഒരു സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഇദ്ദേഹത്തോട് പറയുന്നു ഇവിടെ ഇരിക്കേണ്ട, സ്റ്റൂൾ എടുക്കാം, കസേര എടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നത് നിങ്ങളൊക്കെ കസേരയിട്ടാണോ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അല്ല, എങ്കിൽ ഞാനും കസേര ഇടാതിരിക്കുമെന്ന് പറയുന്നു. ഞാൻ തിരിച്ച് താങ്കളോട് ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ആ തൊഴിലാളികളിൽ ആരെങ്കിലും ഒരാൾ പോലും ഒരു വെള്ളമുണ്ട് കൊടുത്താണ് വരണമെങ്കിൽ അവർ പോലും അവിടെ തറയിലിരിക്കില്ല. കാരണം എന്താ, ഒരു വെള്ളമുണ്ടല്ലേ, അത് ചീത്തയൊന്നല്ല. അപ്പോൾ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മനഃപൂർവ്വമായിട്ടൊരു നാടകം കളിച്ചു. ഇത്തരത്തിലുള്ള ചീപ്പ് ഗിമ്മിക്കുകളൊക്കെ ഈ തല്ലിപ്പൊളി PR ഏജൻസികളെ ഏൽപ്പിക്കുന്നതുകൊണ്ടാണ്. KCയോടൊക്കെ എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടി നല്ല PR ഏജൻസികളെ ഏൽപ്പിക്കും. ഞാനൊക്കെ ഒന്ന് വേണമെങ്കിൽ അഡ്വൈസ് ചെയ്യാം. പക്ഷേ ഇതുപോലെയുള്ള തട്ടുപൊളിപ്പൻ എന്താണ് മറ്റേ തെലുങ്ക് സിനിമയിലൊക്കെയുള്ള നമ്പറുകളുമായിട്ട് എന്ത് ചെയ്യല്ലേ ഇവിടെ വരല്ലേ. ഇത് കൂടാതെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അവരുടെ ഒപ്പം ഇരുന്ന് കപ്പ കഴിക്കുന്നു. ഒന്ന് അത് കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു കേക്ക് മേടിച്ചു കൊടുത്തിട്ട് പോകുന്നു. ഇതിനെല്ലാത്തിനും ക്യാമറ ഉണ്ടാവുന്നു, മൈക്ക് ഉണ്ടാവുന്നു. ഇതെല്ലാം വളരെ നാച്ചുറലായി സംഭവിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ലാളിത്യമായിട്ട് ആരെങ്കിലും കരുതൂ? ഇതും പോട്ടെ. ഇത് കഴുതൂലെന്ന് മാത്രമല്ല അർജുൻ, ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയാം, ഇതൊരു തട്ടിപ്പാണെന്ന് ആളുകൾക്ക് തോന്നും. ഇയാൾ അങ്ങനെ അല്ലെന്ന് തോന്നും. മനസ്സിലായ? ഇനി ഇതെല്ലാം പോട്ടെ, അടുത്ത എന്താണെന്നറിയാമോ? ഒരു വീട്ടിൽ കയറി ചെല്ലുന്നു. പറഞ്ഞിട്ടെ, ഒരു വീട്ടിൽ കയറി ചെല്ലുന്നു. ആ വീട്ടിൽ കയറി ചെന്നിട്ട് എന്ത് ചെയ്യും, ഇന്ന് എന്താണ് ഇവിടെ കറി വെക്കാനുള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അടുക്കളയിലേക്ക് ഒരാൾ കയറി ചെല്ലുന്നു. ഈ കേരളത്തിലെ ഏതെങ്കിലും വീട്ടിൽ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വീട്ടിലാണ്, ഞാനൊക്കെ അടുക്കളയിലേക്ക് എൻ്റെ വീട്ടിൽ പോലും കയറാറില്ല, അടുക്കളയിലേക്ക് വേറെ വീട്ടിലും കയറാറില്ല. പക്ഷേ ഞാനൊക്കെ അങ്ങനെ കയറിയിട്ടുള്ളത് ഒരു വീട്ടിൽ ആരും ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയൊക്കെ വീട്ടിൽ നമ്മൾ ചെന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പോൾ ഞാനൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അടുക്കളയിൽ കയറി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ബീഫൊക്കെ വെച്ചത് എടുത്ത് കഴിച്ചിട്ടുണ്ട്, അത് കഴിക്കാറുണ്ട്. അല്ലാതെ ഒരു വീട്ടിൽ അമ്മയും ആ കുഞ്ഞമ്മയും ഒക്കെ നിൽക്കുമ്പോഴത്തേക്കും KC വേണുഗോപാലിനെ ഒരാൾ നേരെ കയറി ചെല്ലുന്നു, എന്താണെന്ന് കഴിക്കാനുള്ളതെന്ന് ചോദിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ തൊട്ട് നക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ഉടനെ തന്നെ പറയുന്നു ഈ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ എന്ന് ചോദിക്കുന്നു. എന്തൊരു ചീപ്പ് റീലാണ് ഇതൊക്കെ. ഇയാൾ ഇപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ ആഗ്രഹമുള്ളൂ, കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് നടത്താം എന്ന് പുള്ളി വിചാരിച്ചുകൊണ്ടാണ്. പിന്നെ 3 റീലിട്ടപ്പോൾ തന്നെ അത് വലിയ ചീത്തപ്പേരായതുകൊണ്ട് പുള്ളി അവിടെ വെച്ച്
അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ഇത്രയൊക്കെ ചെയ്തിട്ടും ഇദ്ദേഹത്തെ ജനങ്ങൾ വിജയിപ്പിക്കുന്നില്ലേ? ആലപ്പുഴ ഇദ്ദേഹത്തിന് ഷുവർ സീറ്റാണ്, പാർലമെന്റിലായാലും ഷുവർ സീറ്റാണ്, ഇപ്പോൾ ആലപ്പുഴ നിയമസഭാ മണ്ഡലമാണെങ്കിലും ഇദ്ദേഹത്തിന് ഷുവർ സീറ്റാണ്. എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ ഇങ്ങനെ എല്ലാം ചെയ്തിട്ടും ഇങ്ങനെ ഒരു തട്ടിപ്പൊക്കെ നടത്തിയെന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ ഇതൊരു വലിയ തട്ടിപ്പായിട്ടൊന്നും കണക്കൂടണ്ട. ഒരു തെറ്റിപ്പോയി ഇങ്ങനെ PR വർക്ക് നടത്തുന്നവരെയും ഇങ്ങനെ ഗിമ്മിക്ക് കാണിക്കുന്നവരെയും എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ സ്നേഹിക്കുകയും വിജയിപ്പിക്കുകയും ജനങ്ങളുടെ കാര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചോളം അവരെ കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റിയാലും തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ ജയിക്കാം. അതിപ്പോൾ നരേന്ദ്രമോദി ജയിക്കുന്നില്ലേ? അപ്പോൾ ഈ പറയുന്ന പോലെ വേറെ എന്താ എത്രയോ ആളുകൾ ജയിക്കുന്നുണ്ട്. മറ്റേ കേരളത്തിന്റെ പുറത്തൊക്കെ പപ്പു യാദവിനെ പോലെയുള്ള ജയിക്കുന്നില്ല. ഞാൻ പറഞ്ഞ അതുപോലെയല്ല കേരളത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. അല്ല, KC വേണുഗോപാൽ അദ്ദേഹത്തിന് ഒരുപാട് മെറിറ്റുകളുണ്ട്. KC വേണുഗോപാലിനെ സംബന്ധിച്ചോളം KC വേണുഗോപാൽ കണ്ണൂർക്കാരനാണ്. അദ്ദേഹം അവിടെ നിന്ന് ആലപ്പുഴയിൽ വന്ന് താമസമാക്കിയതിന് പകരം വലിയ തോതിലുള്ള ബന്ധങ്ങൾ ഗ്രൗണ്ടിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ എതിർത്താലും അദ്ദേഹം അവിടെ നിന്ന് ജയിക്കാറുണ്ട്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും KC ആയതുകൊണ്ടാണ് അവിടെ ടൈറ്റ് ആയിട്ടുള്ള മത്സരം വന്നതും ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞതും. വേറെ ആരെങ്കിലും നിർത്തിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഗ്രിപ്പ് അവിടെ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള ഗ്രിപ്പൊക്കെ അദ്ദേഹത്തിന് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞത് അദ്ദേഹം മോശപ്പെട്ട ഒരാളാണെന്നുള്ളതല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു PR വർക്കുകൾ ലോക്സഭാ ഇലക്ഷന് പോലും ജയിക്കാൻ വേണ്ടി നടത്താതിരുന്ന അദ്ദേഹം ഈ പറയുന്ന നിയമസഭാ ഇലക്ഷന് തൊട്ടു മുമ്പ് എന്തുകൊണ്ട് നടത്തി എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനമാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. VD സതീശനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടൈറ്റ് ഫൈറ്റ് ആണ് പറവൂരിൽ നടക്കുന്നത്. ടൈറ്റ് ഫൈറ്റ് ഒന്നുമല്ല, VD സതീശൻ ജയിക്കും. പക്ഷേ ഇത്തവണ മത്സരം കടുത്തതാകും. അതിന് പ്രധാനപ്പെട്ട കാര്യം അവിടെ ഒരു സൈസബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ലാറ്റിൻ കാത്തലിക് ഉണ്ട്. ആ ലാറ്റിൻ കാത്തലിക് സ്വാഭാവികമായിട്ടും ടൈസൺ മാസ്റ്റർക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, ഒരു ഫൈറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ആ ഫൈറ്റിൻ്റെ പിന്നിലുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടന്റ് കൂടി പറയാം. ആ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPM പറഞ്ഞിട്ടുണ്ട്, മര്യാദക്ക് ഗംഭീരമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ചോളണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ സീറ്റ് ഇങ്ങോട്ട് എടുക്കും എന്നുള്ളത് വളരെ മര്യാദക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം ആരെങ്കിലും നിർത്തി വെറുതെ തോക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ മത്സരം വളരെ കടുത്താവുമെന്ന് ഉറപ്പാണ്. അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ സീൻ കണ്ടാൽ മതി. റിപ്പോർട്ടർ TVക്ക് മുഖ്യമന്ത്രി കൊടുക്കുന്ന ഇതിൽ മുഖ്യമന്ത്രിയോട് അരുൺകുമാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അരുൺകുമാർ ചോദിക്കുന്നൊരു ചോദ്യം, 1/2 ഡസൻ മന്ത്രിമാരെങ്കിലും തോൽക്കും എന്നാണ് പറഞ്ഞേക്കണല്ല എന്ന് ചോദിക്കുമ്പോൾ ഒരു ഈ പറഞ്ഞ മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട് പിണറായി. മറ്റേ നിന്നെ രക്ഷിക്കാൻ ആരുണ്ട എന്ന് PK രാമദാസ് ഇല്ലല്ലോ എന്ന് ചോദിക്കുന്ന ഡയലോഗിന് തിരിച്ച് മോഹൻലാൽ പറഞ്ഞതുപോലെ തിരിച്ചു ചോദിക്കുന്ന ഡയലോഗുണ്ട്, പ്രതിപക്ഷ നേതാവ് സ്വന്തം പടലത്തിൽ സേഫാണോ എന്നാണ്, ഭദ്രമാണോ എന്നാണ് ചോദിക്കണം. എന്ന് പറഞ്ഞാൽ ഫൈറ്റ് കൊടുക്കാൻ CPM തീരുമാനിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഫൈറ്റ് ഉണ്ടാവും, പക്ഷേ VD സതീശൻ ജയിക്കും.